നമസ്കാരം. തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ് പാസ്സായവർക്ക് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയിൽ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട്. വിശദവിവരങ്ങൾ ഇങ്ങനെയാണ്. 362 ഒഴിവുകളാണുള്ളത്. 362 മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിനെയാണ് ആവശ്യം. ഈ പോസ്റ്റുകൾക്കായുള്ള ഔദ്യോഗിക റിക്രൂട്ട്മെന്റിന്റെ വിജ്ഞാപനം പുറത്തുവിട്ട് രാജ്യത്തെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഇന്റലിജൻസ് ബ്യൂറോ. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് കീഴിലുള്ള ഈ റിക്രൂട്ട്മെന്റ് 10ാം ക്ലാസ് പാസ്സായ യുവാക്കൾക്ക് സെൻട്രൽ ഗവൺമെന്റ് ജോലി നേടാനുള്ള സുവർണാവസരമാണ്. യോഗ്യരായ വിദ്യാർത്ഥികൾക്ക് അപേക്ഷകൾ ഓൺലൈനായി നവംബർ 22 മുതൽ ഡിസംബർ 14 വരെ സമർപ്പിക്കാം. സപ്പോർട്ട് റോളുകൾക്കായുള്ള ഈ ജോലികൾ ഭാവിയിൽ ഉയർന്ന പദവിയിലേക്കുള്ള പ്രൊമോഷൻ സാധ്യതകളും നൽകുന്നുണ്ട്. വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ച് IBയുടെ 37 സബ്സിഡിയറി ഇന്റലിജൻസ് ബ്യൂറോകളിലൂടെ SIBകളിലൂടെ രാജ്യവ്യാപകമായി വിതരണം ചെയ്യപ്പെടുന്ന 362 പോസ്റ്റുകളിൽ ഡൽഹി IB ഹെഡ്ക്വാർട്ടേഴ്സിൽ 108 ഒഴിവുകളും ഏറ്റവും കൂടുതൽ വേക്കൻസികളുമാണ് ഉള്ളത്. ശ്രേണീകൃതമായി UR, OBC, SC, ST, EWS എന്നിങ്ങനെ വിഭജിക്കപ്പെട്ട ഈ പോസ്റ്റുകൾക്ക് ഗ്രൂപ്പ് C നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റീരിയൽ പോസ്റ്റുകളാണ്. മുഴുവൻ വിശദാംശങ്ങൾക്ക് ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ PDF ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. യോഗ്യത, വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും അംഗീകൃത ബോർഡിൽ നിന്ന് 10ാം ക്ലാസ് അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ പാസ്സാണ്. പ്രായപരിധി 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെ. നവംബർ 21, 2025 അടിസ്ഥാനമാക്കിയാണ് വയസ്സ് കണക്കാക്കുന്നത്. റിസർവ്ഡ് ക്ലാസുകൾക്ക് SC, ST 5 വർഷം, OBC 3 വർഷം, PWD 10 മുതൽ 15 വർഷം പ്രായ വിട്ടുവീഴ്ച ലഭിക്കുന്നതാണ്. ഇന്ത്യൻ പൗരത്വം അല്ലെങ്കിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 5 മുതൽ 8 പ്രകാരം യോഗ്യത ഉണ്ടായിരിക്കണം. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്: പുരുഷന്മാർക്ക് ഉയരം 165 സെൻറ്റിമീറ്റർ, ST 162.5, വണ്ണം 50 കിലോ. സ്ത്രീകൾക്ക് ഉയരം 155 സെൻറ്റിമീറ്റർ, ST ആണെങ്കിൽ 152.5, ഭാരം 45 കിലോ. മെഡിക്കൽ ടെസ്റ്റ് നിർബന്ധമാണ്. ശമ്പളം: ആകെ ഗ്രോസ് സാലറി 29,000 മുതൽ 31,000 ശമ്പള സ്കെയിൽ. ഇൻ ഹാൻഡ് 25,000 ആയിരിക്കും ഏകദേശം. ജോലി സ്ഥിരത, പ്രൊമോഷൻ, പെൻഷൻ എന്നിവയോടെ ഭാവി സുരക്ഷിതമാക്കാം. തെരഞ്ഞെടുക്കൽ പ്രക്രിയ: ടയർ 1 ഒബ്ജക്റ്റീവ് ടൈപ്പ് 100 മാർക്കിന് 100 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് 25 മാർക്കിൻ്റെയും ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് 25 മാർക്കിൻ്റെയും ജനറൽ അവയർനെസ് 25 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജ് 25. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് 0.25 വെച്ച്. ടയർ 2 ഡിസ്ക്രിപ്റ്റീവിന് 50 മാർക്കാണ്. ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു, ഷോർട്ട് എസ്സേ, ലെറ്റർ ഉണ്ടായിരിക്കും. ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്. യോഗ്യരായവർക്ക് പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കും. സിലബസ് ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ്. അപേക്ഷിക്കേണ്ടത് MHA.gov.in അല്ലെങ്കിൽ NCS.gov.in ലോഗിൻ ചെയ്യുക. IBMTS റിക്രൂട്ട്മെൻറ്റ് 2025 എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഫോം ഫിൽ ചെയ്യുക. ഫോട്ടോ, സിഗ്നേച്ചർ എന്നിവ അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം ഫീസ് പേ ചെയ്യണം. ഓൺലൈനായാണ് പേ ചെയ്യേണ്ടത്. അതിനുശേഷം സബ്മിറ്റ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അപേക്ഷാ ഫീസ്: ജനറൽ, OBC, EWS പുരുഷന്മാർക്ക് 650, 550 രൂപ പ്രോസസ്സിങ്ങും 100 രൂപ പരീക്ഷാ ഫീസുമാണ്. SC, ST സ്ത്രീകൾ, PWBD, എക്സ് സർവീസ്മാൻ എന്നിവർക്ക് 550 രൂപയാണ്. പരീക്ഷാ ഫീസ് ഒഴിവാക്കിയിട്ടുണ്ട്. ഗവൺമെൻറ് ജോലിക്കാരായ എക്സ് സർവീസ്മാൻ 100 രൂപയാണ് കൊടുക്കേണ്ടത്. ഔദ്യോഗിക വെബ്സൈറ്റ് വഴി നോട്ടിഫിക്കേഷൻ PDF ഡൗൺലോഡ് ചെയ്ത് വിശദാംശങ്ങൾ പരിശോധിക്കാം. ഈ റിക്രൂട്ട്മെൻറ്റ് IBയുടെ ദേശീയ സുരക്ഷാ ദൗത്യത്തിൻ്റെ ഭാഗമായി യുവാക്കളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഗവൺമെൻറ്റിൻ്റെ നിർണായക ഘട്ടമാണ്. അപേക്ഷാ തീയതി നീട്ടിയിട്ടുണ്ട്. 2026 മാർച്ചിൽ നടക്കുന്ന SSLC പരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിനായി ഗൾഫ്, ലക്ഷദ്വീപ് മേഖലകളിലെ പരീക്ഷാ സെൻറ്ററുകളിൽ ഡെപ്യൂട്ടി ചീഫ് സൂപ്രണ്ടുമാരുടെ നിയമനത്തിനുള്ള അപേക്ഷ എക്സാംസിൻ്റെ വെബ്സൈറ്റ് SSLC exam kerala.gov.in മുഖേന അപേക്ഷിക്കേണ്ട അവസാന തീയതി നവംബർ 27 വരെ നീട്ടിയിട്ടുണ്ട് എന്ന അറിയിപ്പ് കൂടി ഇതിനോടൊപ്പം വന്നിട്ടുണ്ട്. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.